റാബിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഇന്ന് മരണപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ റാബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പത്മശ്രീ KV റാബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കേട്ടാൽ ഒരുപക്ഷെ അറിയാത്ത മലയാളികൾ ചുരുക്കമാണ്. അവരുടെ മരണം അവരെ അടുത്തറിയുന്ന ആളുകൾക്കും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം വല്ലാത്ത വേദനയാണ് സമ്മാനിച്ചത്. അവർക്കാർക്കും ഇപ്പോഴും സഹിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ ഓർമ്മകൾ, ആ മനോഹരമായ ഓർമ്മകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അവരുടേതായ ഓർമ്മകൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. പരിമിതികളെ മറികടന്ന ഒരു പെൺകരുത്തായിരുന്നു അവർ. KV റാബിയ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീൽ ചെയറിൽ എപ്പോഴും പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന, എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന KV റാബിയയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും അവരുടെ മുഖത്ത് പുഞ്ചിരി മാത്രമായിരുന്നു. പ്രതിസന്ധികളിൽ തളരാതെ, ബുദ്ധിമുട്ടുകളിൽ തളരാതെ തൻ്റെ പ്രതീക്ഷകൾക്കും തൻ്റെ സ്വപ്നങ്ങൾക്കും ചിറകു വിരിച്ച പെൺകരുത്തായിരുന്നു അവർ. അവർക്ക് ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ആ ഒരു സ്വപ്നങ്ങൾക്കൊരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. ആ തടസ്സങ്ങളെയെല്ലാം അവർ പുഞ്ചിരിയോടുകൂടി നേരിട്ടു. ആത്മവിശ്വാസം എന്ന് പറയുന്ന ആ വലിയ ആയുധം ഉപയോഗിച്ച് അവർ അതിനെല്ലാം നിഷ്പ്രയാസം തകർത്തു കളഞ്ഞു. ഏതാനും വർഷങ്ങളായി KV റാബിയ രോഗബാധിതയായി കിടപ്പിലായിരുന്നു. 60 രോഗിയായ KV റാബിയ 1 മാസത്തോളമായി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം പിന്നീട് മമ്പുറത്തുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ചുകൊണ്ടാണ് അവർ മരണപ്പെട്ടു എന്നുള്ള വളരെയധികം വേദനിപ്പിക്കുന്ന സങ്കടകരമായ ഒരു വാർത്ത നമുക്കെല്ലാവർക്കും കേൾക്കാൻ സാധിച്ചത്. 14-ാമത്തെ വയസ്സിലാണ് അവർക്ക് പോളിയോ ബാധിതയായിക്കൊണ്ട് ശരീരമൊക്കെ തളർന്നു പോകുന്നത്. പക്ഷേ ആ വെല്ലുവിളികളെയെല്ലാം നേരിട്ടായിരുന്നു അവർ അവരുടെ പഠനം പൂർത്തിയാക്കിയത്. ഒന്നിനു പുറകെ ഒന്നായി പലവിധത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോഴും ദൃഢനിശ്ചയം കൊണ്ട് ജീവിത വിജയത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു KV റാബിയ. തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയും സാമൂഹിക പ്രവർത്തകയുമാണ് റാബിയ. സമൂഹത്തിന് വെളിച്ചം പകർന്ന വനിതയായിരുന്നു അവർ. അവരാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അവർ വെറുമൊരു റാബിയ മാത്രമായിരുന്നില്ല, പത്മശ്രീ KV റാബിയ. ചെറുപ്പത്തിൽ പോളിയോ ബാധിക്കുകയും പിന്നീട് ക്യാൻസർ പിടികൂടുകയും ചെയ്തിട്ടും നാടിനു വേണ്ടി അക്ഷര വെളിച്ചം പകരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സാക്ഷര കേരളത്തിന്റെ മുഖമായി റാബിയ മാറിയത് അവരുടെ പോരാട്ട വീര്യത്തിന്റെ തെളിവ് കൂടിയാണ്. സമൂഹത്തിന് മാതൃകയായ അവരുടെ ജീവിതം 14 വയസ്സ് മുതൽ വീൽചെയറിലായിരുന്നു. അതിൽ നിന്നും അവരുടെ പ്രതിസന്ധികളുടെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചലനമെന്ന സംഘടന സ്ഥാപിക്കുകയും 3 പുസ്തകങ്ങൾ എഴുതുകയും ചെയ്ത സ്ത്രീയായിരുന്നു അവർ. നിങ്ങളുടെ കാലുകൾ തളർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകളെ ആശ്രയിക്കൂ. കൈകളും തകർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആശ്രയിക്കൂ എന്ന എല്ലാവർക്കും പ്രചോദനമായ റാബിയുടെ വരികൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതം തന്നെയായിരുന്നു. രാജ്യം അതിന് നൽകിയ അംഗീകാരമായിരുന്നു 2022 പത്മശ്രീ പുരസ്കാരം. ചക്രക്കസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന സാമൂഹിക പ്രവർത്തക KV റാബിയ. തിരൂരങ്ങാടി വെള്ളിലക്കാട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായി 1966 ഫെബ്രുവരി 25 അവർ ജനിക്കുന്നത്. ജന്മനാ കാലിന് വൈകല്യമുണ്ടായിരുന്നുവെങ്കിലും പഠനത്തിൽ മിടുക്കിയായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. പകരക്കാരിയായാണ് സാക്ഷരതാ ക്ലാസ്സിൽ ഇൻസ്ട്രക്ടറായത്. 1990 ജൂണിൽ തന്റെ എല്ലാ പ്രായത്തിലുമുള്ള നിരക്ഷരർക്കായി ഒരു ക്യാമ്പയിൻ അവർ ആരംഭിച്ചു. തിരൂരങ്ങാടിയിലെ നിരക്ഷരരായ 100ഓളം പേർ ആ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ജോലി ശാരീരികാവസ്ഥയെ വഷളാക്കിയെങ്കിലും പ്രവർത്തനങ്ങളുമായി അവർ മുന്നേറിക്കൊണ്ടേയിരുന്നു. നാഷണൽ യൂത്ത് അവാർഡ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, UN ഇന്റർനാഷണൽ അവാർഡ്, കണ്ണകി സ്ത്രീശക്തി പുരസ്കാരം, വനിതാരത്നം അവാർഡ് തുടങ്ങിയ 20ഓളം അവാർഡുകൾ, അംഗീകാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. 1990കളിൽ കേരളത്തിന്റെ അക്ഷരചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ സാക്ഷരതാ യജ്ഞകാലം മലയാളിക്ക് സംഭാവന ചെയ്ത മനോഹരമായ പേരാണ് KV റാബിയ. തന്റെ ശാരീരിക പരിമിതികൾ മുഴുവനും മറന്നുകൊണ്ട് 100 കണക്കിന് മനുഷ്യരെ അവർ അക്ഷരം അഭ്യസിപ്പിച്ചു. അതിനേക്കാൾ അപ്പുറം ആ മനുഷ്യരിൽ പലർക്കും ആശ്വാസവും തുടർ പഠനങ്ങൾക്കവർ വേദിയൊരുക്കുകയും ചെയ്തു. സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കാറുണ്ട്. ഒരു നാടിനെ ഒന്നാകെ അക്ഷര വെളിച്ചത്തിലേക്ക് തന്റെ ശാരീരിക വൈകല്യങ്ങളെ വകവയ്ക്കാതെ കൈപിടിച്ചുയർത്തിയ മഹാവനിതയായിരുന്നു അവർ. പൊതുപ്രവർത്തനം നടത്തുന്നതും പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും ചേർത്ത് പിടിച്ച് വായനാലോകം തീർക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നത് റാബിയയുടെ സ്ഥിരം ശീലങ്ങളിലൊന്നായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ട് ആളുകൾക്ക് എന്തൊക്കെ ചെയ്തുവെങ്കിലും
ഇനിയും ചെയ്യണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ആ കണ്ണുകളിൽ ഏതു സമയവും കാണാറുണ്ട്. പത്മശ്രീ എന്ന ഉന്നതമായ ബഹുമതി രാജ്യം നൽകി ആദരിച്ചപ്പോഴും അത്രമേൽ വലിയ ബഹുമതി നേടിയ ആളാണെന്നുള്ള ഭാവം ഒരിക്കലും അവർ കാണിച്ചിരുന്നില്ല. താൻ ജനിച്ചു വളർന്ന നാടിനെയും അതിൻ്റെ ചുറ്റുപാടുകളെയും ഇത്രമേൽ സ്നേഹിക്കുകയും അതിൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി തനിക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കുമോ അവിടെയെല്ലാം എത്തിപ്പെടുകയും ശരീരം കൊണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ എഴുത്തുകൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും KV റാബിയ എത്തിപ്പെടുകയായിരുന്നു. തിരൂരങ്ങാടിയിലെ ആ വെള്ളിലക്കാട് ഗ്രാമം ഇനി അനാഥമാവുകയാണ്. ആ ഗ്രാമത്തിൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ആ മനുഷ്യജീവിതം തിരിഞ്ഞു നടത്തം ആരംഭിച്ചിരിക്കുന്നു. ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കടന്നു വരുമ്പോൾ ആ വിധിയെ പഠിക്കുന്ന പല ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു KV റാബിയുടെ ജീവിതം. അവർ ആ വിധിയെ പഴിച്ചില്ല, നേരെ മറിച്ച് ആ വിധിയെ അവർ തോൽപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം, ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് എത്തുന്ന യുവതലമുറകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. കഴിഞ്ഞ കുറേ കാലങ്ങളിലുള്ള വാർത്തകൾ കേട്ടാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറുപ്രായത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന യുവതലമുറകൾ. അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിസ്സാര പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ അതിന് പരിഹാരമായി അവർ കണ്ടെത്തുന്നതാകട്ടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള മാർഗമാണ്. ചെറിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പോലും അവർക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ ഒളിച്ചോടുവാൻ കണ്ടെത്തുന്നത് സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കുന്നൊരു മാർഗത്തിലേക്കാണ്. പക്ഷേ തങ്ങളുടെ സ്വന്തം ജീവൻ അവർ അവസാനിപ്പിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടാകുന്നത് എന്നുള്ളത്? അവർക്ക് മാത്രമാണ് നഷ്ടം. അവരുടെ കുടുംബക്കാർക്ക്, അവരുടെ ബന്ധുമിത്രാദികൾക്ക്, അവരെ ഇഷ്ടപ്പെടുന്ന സ്നേഹിതർക്ക്, പ്രിയപ്പെട്ടവർക്ക്, എല്ലാവർക്കും വേദന മാത്രമാണ് സമ്മാനിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. നേരെ മറിച്ച് ആ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തിൽ നിന്നും നമ്മൾ മറികടക്കുന്നത്. നോക്കിയ ലോകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുമ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരുന്നിട്ട് കൂടി നമുക്ക് ചെയ്യാൻ പോലും സാധിക്കാത്ത പല കാര്യങ്ങളും, ഇത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, അത് ശാരീരികമായും മാനസികമായും പ്രയാസങ്ങളുള്ള ആളുകൾ അവരവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്.